നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലേക്കുള്ള റോഡ് തകർന്നു കിടക്കുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. രണ്ടാം കവാടത്തിന് പുറത്തുള്ള പാർക്കിംഗ് ഏരിയയിലേക്കുള്ള റോഡാണ് തകർന്ന് ശോചനീയാവസ്ഥയിലായത്. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപക നിയമനത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. കോൺഗ്രസ് നടപടിക്കെതിരെ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതോടെ കലാമണ്ഡലം ക്യാമ്പസ് സംഘർഷഭരിതമായി. ചാലക്കുടി മേലൂർ വെട്ടുകടവിൽ മിന്നൽ ചുഴലി. നിരവധി മരങ്ങൾ കടപുഴകി വീണു. പീച്ചി പൊടിപ്പാറയിൽ കാറ്റിൽ പരക്കെ നാശം. CC മുകുന്ദൻ MLAയുടെ വ്യാജ ഒപ്പിട്ട് PA പണം തട്ടിയ സംഭവം. മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം വിനോദ് K. മസൂദിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ മേഖലകളിലെ കോൾ പാടശേഖരങ്ങൾ വെള്ളം നിറഞ്ഞ സമീപ റോഡുകൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. മത്സ്യകൃഷിക്കായി പാടശേഖരങ്ങളിലെ കഴകളും സ്ലൂയിസുകളും അടച്ചിട്ടതും ഇറിഗേഷൻ തോടുകളിൽ ചണ്ടിയും കുളവാഴിയും നിറഞ്ഞതുമാണ് ആശങ്കയാകുന്നത്. ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമാകുന്നു. ആദ്യ ക്വാർട്ടറിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലേക്കുള്ള റോഡ് തകർന്നു കിടക്കുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. രണ്ടാം കവാടത്തിന് പുറത്തുള്ള പാർക്കിംഗ് ഏരിയയിലേക്കുള്ള റോഡാണ് തകർന്നു കിടക്കുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്ത് രണ്ടാം പ്ലാറ്റ്ഫോമിന് പുറത്തുള്ള റെയിൽവേയുടെ വാഹന പാർക്കിംഗ് ഏരിയയിലേക്കുള്ള റോഡാണ് സഞ്ചാരയോഗ്യമല്ലാത്ത വിധം തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. കനത്ത മഴയിൽ ഇവിടത്തെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കുഴിയേത് റോഡേത് എന്നറിയാത്ത സ്ഥിതിയാണ്. ചെറുതും വലുതുമായ വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടങ്ങളുണ്ടാകുന്നതും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. ഇരുചക്ര വാഹനയാത്രികരും ഓട്ടോറിക്ഷ യാത്രികരുമാണ് ഏറെ ദുരിതം പേറുന്നത്. പാർക്കിംഗ് ഏരിയയിലേക്ക് തിരിയുന്ന കവാടത്തിലടക്കം വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വലിയ ഫീസ് കൊടുത്ത് പാർക്ക് ചെയ്യുന്ന വാഹനയാത്രികരോടാണ് റെയിൽവേയുടെ ഈ ക്രൂരത. സ്റ്റേഷന്റെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി പ്രധാന കവാടത്തോട് ചേർന്നുള്ള ഭാഗത്ത് പണികൾ നടക്കുന്നതിനാൽ വാഹനങ്ങൾ ഇപ്പോൾ കൂടുതലായും പാർക്ക് ചെയ്യുന്നത് പടിഞ്ഞാറ് ഭാഗത്തുള്ള പാർക്കിംഗ് ഏരിയയിലാണ്. പ്രദേശത്ത് കാട് പിടിച്ചു കിടക്കുന്നതും യാത്രക്കാർക്ക് ഭീഷണിയായി മാറുന്നു. അതിനാൽ ഇക്കാര്യത്തിൽ റെയിൽവേ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് വാഹനയാത്രികരുടെ ആവശ്യം. ഇവിടെയുള്ള നടപ്പാതയിൽ സ്റ്റേഷൻ വളപ്പിലുള്ള മരത്തിന്റെ തടികളും ചില്ലകളും മുറിച്ചിട്ടിട്ട് നാളുകളേറെയായെങ്കിലും നീക്കം ചെയ്യാൻ നടപടിയില്ലെന്നും ആക്ഷേപമുണ്ട്. TCV തൃശൂർ. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപക നിയമനത്തിനുള്ള ഇന്റർവ്യൂ തടയാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം. കോൺഗ്രസ് നടപടിക്കെതിരെ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതോടെ കലാമണ്ഡലം ക്യാമ്പസ് സംഘർഷഭരിതമായി. സാംസ്കാരിക വകുപ്പിന്റെ അനുമതിയില്ലാതെയും സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് നിയമനം നടത്തുന്നതെന്നാണ് കോൺഗ്രസ് ആരോപണം. പുതിയ ഭരണസമിതി നിലവിൽ വരുന്നതിന് മുൻപായി CPM അനുഭാവികളെ തിരുകിക്കയറ്റാനുള്ള നീക്കമാണ് VCയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. കലാമണ്ഡലം ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ കുത്തിയിരിപ്പ് സമരം നടത്തി. DCC സെക്രട്ടറി ജോണി മണിച്ചിറ സമരം ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. എന്നാൽ കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ വിദ്യാർത്ഥി യൂണിയൻ രംഗത്തിറങ്ങി. പഠിപ്പിക്കാൻ അധ്യാപകരില്ലാത്തത് അധ്യയനത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും ഓഗസ്റ്റിൽ നടക്കേണ്ട അരങ്ങേറ്റവും പരീക്ഷകളും മുടങ്ങുന്ന സാഹചര്യമാണെന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരമാണ് അഭിമുഖം നടത്തുന്നതെന്നും പഠനകാര്യത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും അവർ ആവശ്യപ്പെട്ടു. നമ്മൾ അപേക്ഷ കൊടുത്തതിന് തുടർന്നിട്ടാണ് ഇവിടെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. ക്ലാസ് എടുക്കാൻ മതിയായ അധ്യാപകരില്ല എന്ന് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളിവിടെ അപേക്ഷ കൊടുത്തതിന് തുടർന്നിട്ടാണ് ഇവിടെ ഇന്ന് നിയമനം നടക്കാൻ പോകുന്നത്. അതേപോലെ ചീഫ് വാർഡൻ, കുട്ടികൾക്ക് അത്യാവശ്യമായ കാര്യമായ ചീഫ് വാർഡൻ എടുക്കാനുള്ള ഇന്റർവ്യൂ നടന്നപ്പോഴും ഇതേ പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് തടയും. അവരുടെ ഭരണകൂടം വരാതെ ഇവിടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടഞ്ഞാണ്. ഇത് വിദ്യാർത്ഥി യൂണിയനുടെ ഭാവിയിൽ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. അരങ്ങേറ്റം എന്നുള്ള കാര്യം ഇപ്പോൾ ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന അരങ്ങേറ്റം മതിയായ രീതിയിൽ അധ്യാപകരില്ലാത്തതുകൊണ്ട് അതടക്കം മുടങ്ങും. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവിക്കാണ് ഇത് ദോഷം വരുന്നത്. അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നത് എല്ലാ വർഷവും ചെയ്യുന്ന കാര്യമാണെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. അധ്യാപകരില്ലാത്തത് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ടെന്നും ഓഗസ്റ്റ് 15 നടക്കേണ്ട അരങ്ങേറ്റം മുടങ്ങാതിരിക്കാൻ നിയമനം അനിവാര്യമാണെന്നും VC വിശദീകരിക്കുന്നു. TCV ചെറുതുരുത്തി. ചാലക്കുടി മേലൂർ വെട്ടുകടവിൽ മിന്നൽ ചുഴലി. കുറ്റിയിൽ ലൗലി ജോയുടെ പുരയിടത്തിലെ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. 6 ജാതിമരങ്ങളും 10 കവുങ്ങുകളും കടപുഴകി വീണു. വീടിന്റെ മുകളിലൂടെ ജാതിമരം വീണ് ആസ്പെറ്റോസ് ഷീറ്റുകൾ തകർന്നു. ചാലക്കുടി പുഴയുടെ തീരത്തുള്ള വീട്ടുപറമ്പിൽ മാത്രമായിരുന്നു ചുഴലി ആഞ്ഞടിച്ചത്. കൃഷിവകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അംഗം MS ബിജു പറഞ്ഞു. ഇന്നലെ വൈകിട്ടൊരു 8 മണിക്ക് ശേഷമാണ് ഒരു മിന്നൽ ചുഴലി ഉണ്ടായത്. അപ്പോൾ നമ്മുടെ വാർഡിനകത്ത്
ഈ ലവ്ലി ചേച്ചിയുടെ വീട്ടിലാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കായ്ഫലമുള്ള ഏറ്റവും വലിയ ജാതിമരങ്ങളാണ്, 6ഓളം ജാതിമരങ്ങളാണ് മറിഞ്ഞിടക്കുന്നത്. ഒരെണ്ണം വീടുമ്മയ്ക്ക് മറിഞ്ഞ് വീടിന് തന്നെ ഷീറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പേ ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ മേലൂർ പഞ്ചായത്തിനകത്ത് കുറുപ്പം പോലുള്ള പ്രദേശങ്ങളിലും ഇതുപോലെ തന്നെ മിന്നൽ ചുഴലിയുണ്ട്. മിന്നൽ ചുഴലിൽ വ്യാപകമായ കൃഷിനാശമാണ് വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കനത്ത കാറ്റിലും മഴയിലും പീച്ചി പൊടിപ്പായിൽ പരക്കെ നാശനഷ്ടം. ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിൽ പൊടിപ്പാറ സ്വദേശി ഷിജുവിന്റെ വീടിന് മുകളിലേക്ക് മരം വീണ് വീട് ഭാഗികമായി തകർന്നു. സംഭവ സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നത് വലിയ അപകടമൊഴിവാക്കി. സമീപ പ്രദേശത്ത് നിന്നിരുന്ന തേക്ക് മരം കടപുഴകി വീണു. ഫിഷറീസ് ഓഫീസിനു സമീപത്തെ വൈദ്യുതി തൂണും കാറ്റിൽ ഒടിഞ്ഞു വീണു. CC മുകുന്ദൻ MLA ആയിരിക്കെ വ്യാജ ഒപ്പിട്ട് പണം തട്ടി എന്ന പരാതിയിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന വിനോദ് കെ മസൂദ് പോലീസ് പിടിയിലായി. അന്തിക്കാട് പോലീസാണ് വിനോദ് മസൂദിനെ പിടികൂടിയത്. ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് വിനോദ് മസൂദ് പോലീസ് വലയിലാകുന്നത്. പോലീസ് കേസെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും മസൂദിനെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച മസൂദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. VS സുനിൽകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന വിനോദ് മസൂദിനെ പാർട്ടിയാണ് CC മുകുന്ദന്റെ സ്റ്റാഫ് അംഗമായി നിയമിച്ചത്. മസൂദിനെ മാറ്റണമെന്ന് CC മുകുന്ദൻ ആവശ്യപ്പെട്ടെങ്കിലും പാർട്ടി തയ്യാറായിരുന്നില്ല. മസൂദിനെ ചൊല്ലിയുള്ള തർക്കമാണ് CC മുകുന്ദനെയും CPIയെയും 2 തട്ടിൽ എത്തിച്ചത്. ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ മേഖലകളിലെ കോൾ പാടശേഖരങ്ങൾ വെള്ളം നിറഞ്ഞ് സമീപ റോഡുകൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. മത്സ്യകൃഷിക്കായി പാടശേഖരങ്ങളിലെ കഴകളും സ്ലൂയിസുകളും അടച്ചിട്ടതും ഇറിഗേഷൻ തോടുകളിൽ ചണ്ടിയും കുളവാഴയും നിറഞ്ഞതുമാണ് ആശങ്കയാക്കുന്നത്. ആലപ്പാട് പള്ളിപ്പുറം റോഡ്, ശാസ്താംകടവ് മനക്കൊടി റോഡ്, പുള്ള് മനക്കൊടി റോഡ് എന്നിവയാണ് വെള്ളക്കെട്ട് ഭീഷണിയിലായത്. ചാഴൂർ, പാറളം, അരിമ്പൂർ മേഖലകളിലെ പല പാടശേഖരങ്ങളും മത്സ്യകൃഷിക്ക് കരാർ നൽകിയതിനെ തുടർന്ന് കരാറുകാർ പാടശേഖരത്തിൽ നിന്ന് ഇറിഗേഷൻ തോടുകളിലേക്കുള്ള കഴകളും സ്ലൂയിസുകളും അടച്ചതാണ് പ്രതിസന്ധിയായത്. ഇതുമൂലം പാടശേഖരങ്ങളിലൂടെ കടന്നുപോകുന്ന PWD റോഡുകൾ വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതി ഈ വർഷവും ആവർത്തിക്കുമെന്നാണ് ആശങ്ക. ശാസ്താംകടവ് മനക്കൊടി റോഡ്, പുള്ള് മനക്കൊടി റോഡ്, ആലപ്പാട് പള്ളിപ്പുറം റോഡ് എന്നിവിടങ്ങളിൽ ഇരുവശത്തുമുള്ള പാടശേഖരം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. മഴ ശക്തമായി തുടർന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ റോഡുകൾ വെള്ളത്തിൽ മുങ്ങി ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതി ആവർത്തിക്കും. പുത്തൻചാല് ഇപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. ജലസ്രേയസ് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഈ കുളവാഴ വന്ന് നിറഞ്ഞ് നിൽക്കുന്നത് കാരണം കൊണ്ട്. അതുപോലെ നാനാസ്ഥലത്തും വെള്ളം കയറിയിട്ട് മീൻ വളർത്തുന്നതിൻ്റെ പേരും പറഞ്ഞിട്ട് വെള്ളത്തിനെ തുറന്നു വിടാതെ അത് കെട്ടി നിർത്തി സംരക്ഷിച്ച് പോരാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടുന്നുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അധികാരികളുടെ കയ്യിൽ നിന്ന് അത് വേണ്ട രീതിയിൽ ചെയ്ത് ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള വഴിയൊരുക്കി കൊടുക്കുക, ജനങ്ങൾക്ക് പോകാനുള്ള മാർഗ്ഗ തടസ്സങ്ങളില്ലാതെ രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പരിശ്രമിക്കുക. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് കഴകളും സ്ലൂയിസുകളും തുറന്ന് ജലമൊഴുക്ക് സുഗമമാക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ ആവർത്തിച്ച് അവഗണിക്കപ്പെടുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. പുത്തൻതോട്, ഇറിഗേഷൻ മെയിൻ കനാൽ എന്നിവിടങ്ങളിൽ പല ഭാഗത്തും വ്യാപിച്ച ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യാത്തതും ജലമൊഴുക്കിന് തടസ്സമാവുകയാണ്. റോഡ് വെള്ളത്തിൽ മുങ്ങാൻ കാത്തു നിൽക്കാതെ പാടശേഖരങ്ങളിൽ നിന്ന് തോടുകളിലൂടെ ജലമൊഴുക്ക് സുഗമമാക്കി റോഡുകളും സമീപ കരപ്രദേശങ്ങളും വെള്ളക്കെട്ടിലാകാതിരിക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം നേരിട്ട് സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മഴ ശക്തമായതോടെ മനക്കുടി, ശാസ്താംകടവ്, പുള്ളു മേഖലയിലെ പാടശേഖരങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. പാടശേഖരങ്ങളിലെ മത്സ്യകൃഷിയും ഇറിഗേഷൻ ചാലുകളിലെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചണ്ടിയും കുളവാഴയുമാണ് ഈ വെള്ളക്കെട്ടിന് കാരണമായിരിക്കുന്നത്. അധികൃതർ എത്രയും വേഗം ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹാര നടപടികൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ശാസ്താംകടവ് പാലത്തിന് സമീപത്തു നിന്നും ക്യാമറാമാൻ ആഷിഖിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരണസംഖ്യ 7 ഇന്ന് നടത്തിയ തിരച്ചിലിൽ 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കമ്പനി സർവേയർ അസറുദ്ദീൻ, സൂപ്പർവൈസർ അൻസാറി, എഞ്ചിനീയർ രാഹുൽ ശർമ്മ, എക്സ്കവേറ്റർ ഓപ്പറേറ്റർ മുഹമ്മദ് ഇമ്രാൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചത്. അപകടം നടന്ന സ്ഥലത്തെ 4 സോണുകളായി തിരിച്ച് കടാവർ നായകളെയും സ്പോട്ട് ലൊക്കേഷൻ ക്യാമറകളും ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഗുരുവായൂർ തൈക്കാട് ഓട്ടോ ടാക്സിയുടെ പുറകിലിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്ക്. ബ്ലാങ്ങാട് കടപ്പുറം കുന്നാമ്പിള്ളി അബ്ദുൾ റഫീഖിനാണ് പരിക്കേറ്റത്. തൈക്കാട് KCB സബ്സ്റ്റേഷന് മുൻപിൽ ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം. ഓട്ടോയുടെ പുറകിൽ തട്ടിയ ശേഷം നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആക്ട്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
എരുമപ്പെട്ടിയിൽ വീട്ടമ്മയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് സ്റ്റേഷനു സമീപം താമസിക്കുന്ന മുരിങ്ങത്തേരി ലോറൻസ് ഭാര്യ 52 വയസ്സുള്ള ബ്രൂഷയെയാണ് വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ കിണറ്റിൽ വീണ വയോധികൻ മരിച്ചു. പള്ളിക്കുന്ന് നടുവിൽ പീടിക വീട്ടിൽ 79 വയസ്സുള്ള പൈലനാണ് മരിച്ചത്. രാവിലെയാണ് ഇവരുടെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൂരിക്കുഴി 18 മുറിയിൽ കാനയുടെ സൈഡ് ഇടിഞ്ഞ് പിക്കപ്പ് വാഹനം കാനയിൽ കുടുങ്ങി. വീട്ടിൽ നിന്ന് വാഹനം റോഡിലേക്ക് വളയ്ക്കുന്നതിനിടയിലാണ് കാനയിൽ പുറകുവശത്തെ ടയർ ഇരുന്നത്. ഇതോടെ വാഹനത്തിന്റെ ഒരു ഭാഗം കാനയിലേക്ക് താഴ്ന്ന് കുടുങ്ങുകയായിരുന്നു. കുന്നത്ത് വീട്ടിൽ സബീലിന്റേതാണ് വാഹനം. മത്സ്യബന്ധന ഉപകരണങ്ങളുമായി പോകുന്നതിനിടയിലാണ് വാഹനം കാനയിൽ കുടുങ്ങിയത്. കാനയുടെ ഇരുവശങ്ങളും വർഷങ്ങളായി തകർന്ന നിലയിലാണെന്നും നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെന്നും സബീൽ പറഞ്ഞു. അപകട സാധ്യത കണക്കിലെടുത്ത് കാന അടിയന്തരമായി പുതുക്കി നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാലത്ത് സംഭവിച്ചത് ഈ കാന ദുർബലമായിട്ട് ഒരു കുറച്ച് നാളായി. മെമ്പർമാരോട് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരോട് ഇത് പറഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ നമുക്കിത് ക്ലിയർ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഇത് വെച്ചിട്ട് കാന പാസ്സായിട്ടുണ്ട് അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണ്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ആയി കിടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള. അപ്പോൾ ആ വീട്ടിൽ തന്നെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഉള്ള വീടാണ് ആ വീട്ടിൽ. ആ വീട്ടിലേക്ക് പോണ വഴി നോക്കിയാൽ പെട്ടെന്ന് അത്യാവശ്യം വന്ന വല്ല ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ റിഞ്ഞെടുക്കണം. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി തിങ്കളാഴ്ച ചർച്ച നടക്കും. ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് UNA-യുടെ നേതൃത്വത്തിൽ നഴ്സുമാർ നടത്തുന്ന സമരം 115 ദിവസം പിന്നിട്ടു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമാകുന്നു. ആദ്യ ക്വാർട്ടറിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 മത്സരം. കാൽപന്താരവങ്ങളുടെ ആവേശമാപിനിയിൽ താപനില ഉയരുന്നു. 48-ൽ ഇനി അവശേഷിക്കുന്നത് 8 ടീമുകൾ മാത്രം. 8ന്റെ കളിയിൽ കാത്തിരിക്കുന്നത് കടുപ്പമേറിയ പോരാട്ടങ്ങൾ. അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, മൊറോക്കോ, നോർവേ, സ്വിറ്റ്സർലൻഡ്, ബെൽജിയം എന്നീ ടീമുകളാണ് ക്വാർട്ടറിൽ കളിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മറും നിരാശയോടെ മടങ്ങി. ആദ്യ ക്വാർട്ടർ പോരാട്ടത്തിന് ഫ്രാൻസ് ഇറങ്ങുമ്പോൾ കിലിയൻ എംബാപ്പെ ഇനിയൊരു ഇടവേള. French Dairy Pistachio Kunafa Bar. വാർത്തകൾ തുടരുന്നു. മണലൂർ MLA പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ ഓഫീസ് പറമ്പന്തളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി VR മനോജ് അധ്യക്ഷനായിരുന്നു. CPM മുതിർന്ന നേതാവ് ബേബി ജോൺ, മുൻ MLA മുരളി പെരുന്നല്ലി, LDF മണ്ഡലം കൺവീനർ TV ഹരിദാസൻ, കവി C രാവുണ്ണി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മോഹൻദാസ്, KU സരിത, MP സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. നാലമ്പല തീർത്ഥാടനത്തിലുള്ള വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അറിയിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രം എന്നിവിടങ്ങളിൽ വിപുലമായ സൌകര്യങ്ങളാണ് ദേവസ്വം ഒരുക്കുന്നത്. ഭക്തജനങ്ങൾക്ക് വരി നിൽക്കുന്നതിനായി ക്ഷേത്രത്തിനകത്തും പുറത്തും പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. സീറ്റ് 1-ന് ഭക്ഷണം ഉൾപ്പെടെ 450 രൂപയാണ് നിരക്ക്. ഈ മാസം 19, 26, ഓഗസ്റ്റ് 2, 8, 9, 15, 16 തീയതികളിൽ രാവിലെ 6:45-ന് വടക്കുംനാഥൻ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് നിന്ന് നാലമ്പല തീർത്ഥാടന യാത്രകൾ പുറപ്പെടുമെന്ന് ദേവസ്വം പ്രസിഡന്റ് K രവീന്ദ്രൻ അറിയിച്ചു. സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ജില്ലാ മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. ജില്ലാ പ്രസിഡന്റ് PL ലജുക്കുട്ടൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. PL ലജുക്കുട്ടൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി S സഫറുള്ള, ജില്ലാ സെക്രട്ടറി KM അലി, ഫെഡറേഷൻ അഖിലേന്ത്യാ കമ്മിറ്റി അംഗങ്ങളായ U രാജുമോൻ, KS സാജിദ്, CITU കേന്ദ്ര കമ്മിറ്റി അംഗം RV ഇക്ബാൽ, സംഘാടക സമിതി ചെയർമാൻ K കൊച്ചനിയൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശുഭ ശിവകുമാർ എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ITU ബാങ്കിൽ നടന്ന 400 കോടി രൂപയുടെ തട്ടിപ്പിലെ കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും ബാങ്കിന്റെ മുൻ ചെയർമാൻ കൂടിയായ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ രാജിവെക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. ബാങ്കിന്റെ മുൻ ചെയർമാനെയും ഭരണസമിതിയെയും സംരക്ഷിക്കാനാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ശ്രമിക്കുന്നത്. മൂല്യമില്ലാത്ത വസ്തുക്കൾക്ക് കോടികളുടെ ലോൺ നൽകി കമ്മീഷൻ പറ്റിയെന്ന് CPM ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി VM മനോജ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം KR വിജയ എന്നിവർ ആരോപിച്ചു. ഒളകര പാലക്കുഴിയിലെ സോളാർ വേലിയുടെ അടിക്കാടുകൾ വെട്ടി വൃത്തിയാക്കി. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ മാതൃകയായി. പ്രകൃതി പഠന പരിസ്ഥിതി പുനഃസ്ഥാപന ക്യാമ്പിന്റെ ഭാഗമായാണ് തൃശൂർ ലോ കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ പാലക്കുഴി താന്നിച്ചുവട് മുതൽ പല്ലുംപരുത വരെയുള്ള ഭാഗം വൃത്തിയാക്കിയത്. കിഴക്കഞ്ചേരി പഞ്ചായത്ത് അംഗം റിൻസി ജോയ്സ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ അരുണിമ രാജൻ, സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ KL ലിൻഡോ, EP പ്രതീഷ്, NSS പ്രതിനിധി സന്തോഷ് എന്നിവർ സംസാരിച്ചു. UDF സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലും ആദ്യ ബജറ്റിലും സ്വീകരിച്ചിരിക്കുന്ന നയവ്യതിയാനങ്ങളെക്കുറിച്ചും കേരള വികസനത്തിന്റെ ഭാവിയെ സംബന്ധിച്ചും സംവദിക്കുന്നതിനായി FCTO സംഘടിപ്പിക്കുന്ന സായാഹ്ന സദസ്സുകൾ ആരംഭിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലെ സായാഹ്ന സദസ്സ് FCTO ജില്ലാ സെക്രട്ടറി E നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. KGOA ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ TV സതീശൻ അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PG കൃഷ്ണകുമാർ, NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം MJ നിഖിൽ, KGOA ജില്ലാ ട്രഷറർ സുരേഷ് ചന്ദ്രൻ, KGNA സംസ്ഥാന ട്രഷറർ NB സുധീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ജൂലൈ 15 വരെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ സായാഹ്ന സദസ്സുകൾ നടക്കുന്നത്. സ്വന്തം കഠിന അധ്വാനത്തിലൂടെ ഡെലിവറി ബോയിൽ നിന്നും വൈമാനികനിലേക്ക് പറന്നുയർന്ന കഥയാണ് കൊടുങ്ങല്ലൂർ സ്വദേശി ഹൈസിൽ ജെബിന് പറയാനുള്ളത്. കൊമേഴ്ഷ്യൽ പൈലറ്റ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി വൈമാനികന്റെ യൂണിഫോം അണിയാനൊരുങ്ങുന്ന ഈ യുവാവിന്റെ ജീവിതകഥ പോരാട്ടങ്ങളുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഉദാഹരണമാണ്. ബാല്യം മുതൽക്കേ വ്യോമയാന മേഖലയോട് താല്പര്യമുണ്ടായിരുന്ന ജെബിന് എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയർ ആകണമെന്നായിരുന്നു മോഹം. എന്നാൽ +2 ശേഷം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠനത്തിനാണ് ചേർന്നത്. എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ത്യൻ സായുധസേന പൈലറ്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്ക് എഞ്ചിനീയറിംഗ് ബിരുദധാരികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചത്. അതോടെ സായുധസേനയിൽ പ്രവേശിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതിനിടെ ജീവിത ചെലവുകൾക്കായി കൊച്ചിയിലെ സൊമാറ്റോയിൽ ഫുഡ് ഡെലിവറി പാർട്ട്ണറായി ജോലി ചെയ്തു. പിന്നീട് ബംഗളൂരുവിലുള്ള ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഗണിതശാസ്ത്ര അധ്യാപകനായി ജോലിക്ക് ചേർന്നു. 2020 കോവിഡ് മഹാമാരിയുടെ തുടക്കത്തിൽ ദുബായിലായിരുന്ന പിതാവ് ഹബീബ് ഹൃദയാഘാതത്തെ തുടർന്ന് കിടപ്പിലായി. പിതാവിനെ നാട്ടിലെത്തിച്ച് കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ജെബിൻ ഏറ്റെടുത്തു. 1 വർഷത്തിലേറെ പിതാവിനെ പരിചരിച്ചെങ്കിലും 2ാം കോവിഡ് തരംഗത്തിനിടെ പിതാവ് മരണത്തിന് കീഴടങ്ങി. അതോടൊപ്പം ജെബിന് അധ്യാപക ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിനിടെ 27 വയസ്സ് പൂർത്തിയായതോടെ ഇന്ത്യൻ വ്യോമസേനയിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധിയും പിന്നിട്ടു. എന്നാൽ വാണിജ്യ പൈലറ്റ് ആകുക എന്ന ലക്ഷ്യവുമായി മെന്റർമാരുടെ സഹായത്തോടെ ഫിലിപ്പീൻസിലെ ഫാസ്റ്റ് ഏവിയേഷൻ അക്കാദമിയിൽ ചേർന്നു. 2024 ഡിസംബറിൽ ഫിലിപ്പീൻസിലെത്തി പരിശീലനം ആരംഭിച്ച ജെബിൻ ഈ വർഷം ആദ്യം സ്വകാര്യ പൈലറ്റ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി. എയർക്രാഫ്റ്റിന്റെ ഫീൽഡിലേക്ക് എങ്ങനെ എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചു തുടങ്ങി. ഈ ലൊക്കാലിറ്റിയിൽ ഈ പരിസരത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് ക്യാപ്റ്റൻ നാസർ ഷംസുദ്ദീൻ ഉണ്ട്. വെള്ളാങ്കല്ലൂരാണ് ആളുടെ സ്വദേശം. അപ്പോൾ ആളൊരു പൈലറ്റാണെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു, സംസാരിച്ചു, എനിക്ക് വേണ്ട എല്ലാ ഗൈഡൻസും തന്നു. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ പരിപാടിക്ക് ഒരുപാട് ചിലവ് വരുന്നതുകൊണ്ട് ഞാനതവിടെ ഹോൾഡ് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഗൈഡൻസ് വഴി ഈ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിലുള്ള ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഫിലിപ്പീൻസിൽ നിന്ന് പഠിച്ചിട്ട് ഇവിടെ വന്ന് ഫ്ലൈ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാർ ഒരുപാട് ആംഡ് ഫോഴ്സിലുണ്ടായിരുന്നുകൊണ്ട് അവരുടെയൊക്കെ എന്നെ അയക്കുകയും ഞാൻ അവരോട് സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഫിലിപ്പീൻസിലെ കോഴ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യൻ ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നാലും എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ.
അവിടുത്തെ ലൈസൻസ് വെച്ച് എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ലൈസൻസ് കൺവേർഷനായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് തീരാറായി. കൊടുങ്ങല്ലൂരിലെ അത്താണിയിൽ മാതാവ് സഫിയോടൊപ്പം താമസിക്കുന്ന ഹൈസിൽ ജബിന്റെ സഹോദരൻ UK-യിലും സഹോദരി കൊച്ചിയിൽ ബിരുദപഠനവും തുടരുകയാണ്. 29-ാം വയസ്സിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിന് ചിറക് നൽകിയതിലുള്ള സന്തോഷത്തിലാണ് ഈ യുവാവ്. TCV കൊടുങ്ങല്ലൂർ. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള തൃശൂർ മേഖലാ കുടുംബ സംഗമം ശനിയാഴ്ച കേച്ചേരി ഇവിടം റിസോർട്ടിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA സംഗമം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ SSLC, +2 പരീക്ഷകളിലും മറ്റു മേഖലകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനം, ചികിത്സാ സഹായ വിതരണം എന്നിവ നടക്കും. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള മേഖലാ പ്രസിഡന്റ് KO ജെൻസൺ, സെക്രട്ടറി ജിനീഷ് കുമാർ, മറ്റു ഭാരവാഹികളായ ഷെബിൻ ജോസ്, സണ്ണി റിയൽ, സുനിൽ കുമാർ കൈരളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാലിക്കറ്റ് സർവകലാശാല LLM പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പൂങ്കുന്നം സ്വദേശിനി ഡാലിയ ഡഗ്ലസിനെ മുൻ MLA TV ചന്ദ്രമോഹൻ ആദരിച്ചു. K ഗിരീഷ് കുമാർ അധ്യക്ഷനായി. മുൻ മേയർ IP പോൾ, കൌൺസിലർ അഞ്ജലി രാഗേഷ്, K ഗോപാലകൃഷ്ണൻ, ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ, സന്തോഷ് കോലഴി, AK സുരേഷ് എന്നിവർ സംസാരിച്ചു. നിർധനരായ നേത്രരോഗികൾക്ക് ചികിത്സയും തിമിര ശസ്ത്രക്രിയയും നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സായ് സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് നടപ്പിലാക്കുന്ന സായ് സുദർശന പദ്ധതിയുടെ 20ാം വാർഷികാഘോഷം ശനിയാഴ്ച മമ്മിയൂർ ഷിർദി സായി മന്ദിരം ഹാളിൽ നടക്കും. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ നേത്ര ചികിത്സാ രംഗത്തെ ഡോക്ടർമാരെ ആദരിക്കും. തിമിരമുക്ത ഗ്രാമം പദ്ധതിയിലൂടെ ഇതുവരെ 7400 പേർക്ക് നേത്ര ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എക്സിക്യൂട്ടീവ് ട്രസ്റ്റി അരുൺ സി നമ്പ്യാർ, കോർഡിനേറ്റർമാരായ കമാലുദ്ദീൻ ഗുരുവായൂർ, ജോഫി ജോസഫ്, KR പ്രവിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സമിതി വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ബിജു അണ്ടേഴത്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ഇൻചാർജ് PM സൗമ്യ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ, PTA പ്രസിഡന്റ് VJ പ്രസിൽ, MPTA പ്രസിഡന്റ് സിനി ഷോബി, സ്കൂൾ ലീഡർ ആര്യലക്ഷ്മി എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകൻ വിജോദ് ജോർജ്, വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് ഓണക്കനിയുടെ ഭാഗമായി കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്കും JLG അംഗങ്ങൾക്കുമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് JLGകൾക്ക് ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ സബിത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CDS അംഗം ആശ സുധീഷ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശൈലജ പുഷ്പകൻ, സച്ചിൻ പ്രകാശ്, പഞ്ചായത്ത് സെക്രട്ടറി മാറ്റ്ലി MC, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മഞ്ജുഷ എന്നിവർ സംസാരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ചിത്രം ഒരുക്കുന്നു. സ്കൂളിലും പൂയാംകുളം പാടശേഖരങ്ങളിലും മോഡേൺ നഗറിലുമായി ചിത്രീകരണം പുരോഗമിക്കുകയാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥി MK ഷെഹ്രിയാറാണ് കഥയും സംവിധാനവും നിർവഹിക്കുന്നത്. സീഷാൻ ഷാഹിനാണ് ഛായാഗ്രഹണം. അധ്യാപകനും കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറുമായ ആനന്ദ് ഹിരണാണ് ചിത്രീകരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. നടത്തറ തിരുഹൃദയ ദേവാലയത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി നിർധന കുടുംബങ്ങൾക്ക് പണിതു നൽകിയ 10 വീടുകളുടെ സമർപ്പണം നടന്നു. വീടുകളുടെ സമർപ്പണം തൃശൂർ അതിരൂപതാ സഹായ മെത്രാൻമാർ ടാണി നീലങ്കാവിൽ നിർവഹിച്ചു. നടത്തറ തിരുഹൃദയ പള്ളി വികാരി ഫാദർ നോബി അമ്പുക്കൻ, സഹവികാരി ഫാദർ ആൽബിൻ ചൂണ്ടൽ, ട്രസ്റ്റി അംഗങ്ങളായ തോമസ് നെല്ലിശ്ശേരി, തോമസ് മുണ്ടൻമാണി, സോജൻ ചെമ്പകശ്ശേരി, ലെനിൻ തട്ടിൽ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ്, ഒല്ലൂക്കര ബ്ലോക്ക് മെമ്പർ KC അഭിലാഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,130 രൂപ, പവന് 1,05,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം.
സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലേക്കുള്ള റോഡ് തകർന്നു കിടക്കുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. രണ്ടാം കവാടത്തിന് പുറത്തുള്ള പാർക്കിംഗ് ഏരിയയിലേക്കുള്ള റോഡാണ് തകർന്ന് ശോചനീയാവസ്ഥയിലായത്. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപക നിയമനത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. കോൺഗ്രസ് നടപടിക്കെതിരെ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതോടെ കലാമണ്ഡലം ക്യാമ്പസ് സംഘർഷഭരിതമായി. ചാലക്കുടി മേലൂർ വെട്ടുകടവിൽ മിന്നൽ ചുഴലി, നിരവധി മരങ്ങൾ കടപുഴകി വീണു. പീച്ചി പൊടിപ്പാറയിൽ കാറ്റിൽ പരക്കെ നാശം. CC മുകുന്ദൻ MLAയുടെ വ്യാജ ഒപ്പിട്ട് PA പണം തട്ടിയ സംഭവം. മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം വിനോദ് K മസൂദിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ മേഖലകളിലെ കോൾ പാടശേഖരങ്ങൾ വെള്ളം നിറഞ്ഞ സമീപ റോഡുകൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. മത്സ്യകൃഷിക്കായി പാടശേഖരങ്ങളിലെ കഴകളും സ്ലൂയിസുകളും അടച്ചിട്ടതും ഇറിഗേഷൻ തോടുകളിൽ ചണ്ടിയും കുളവാഴിയും നിറഞ്ഞതുമാണ് ആശങ്കയാകുന്നത്. ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമാകുന്നു. ആദ്യ ക്വാർട്ടറിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.